ഹലോ ഓൾ, ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 4 മണി 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു പാൻ കേക്ക് ഉണ്ടാക്കാം. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു കുട്ടി പാൻ കേക്ക്, അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ റോൾഡ് ഓട്സ് ആണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തു. ഒരു മുട്ട ഫുള്ളായിട്ട് ഒഴിച്ചില്ല, ഒരുപാട് ലൂസായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ 3/4 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 3/4 മുട്ടയും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു. എന്നിട്ടിത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഒരുപാട് ലൂസായില്ല, കാരണം നമ്മളിങ്ങനെ പാൻ കേക്കിൻ്റെ ആ മിക്സ് ഒഴിക്കുമ്പം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി പോകത്തില്ലേ. സോ ഞാനൊരു അല്പം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്നുവെച്ചാൽ ഒരു ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഷുഗറിന് പകരം ഹണിയാണ് ആഡ് ചെയ്തത്. അതും വളരെ കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു പാനിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഒഴിക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ടത്. അതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്ന പോലെ ഈ പാൻ കേക്കിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഒഴിക്കാനായിട്ട് എടുത്തപ്പം കുറച്ച് തിക്കായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി പാല് ആഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ അല്ലാതെ ബനാനയൊക്കെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ഒരുപാട് ഓവറായാൽ ഇനി നിതീസ് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര മാത്രമേ ചെയ്തോളൂ. ഇനി ഇത് കഴിക്കുമോ ഇല്ലയെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തില്ല. മുന്നേ ഞാൻ പാൻ കേക്ക് വാങ്ങിയത് നമ്മൾ ഈ പാക്കറ്റിൽ മിക്സ് കിട്ടത്തില്ല, അതിന് പാലിലൊഴിച്ചിട്ട് ചെയ്യുന്ന രീതിക്കാണ് വാങ്ങിയത്. അപ്പം ഞാൻ ഓർത്തു ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം കൊള്ളായിരുന്നു. അങ്ങനെ ഭയങ്കര കിടിലം എന്നൊന്നും പറയാനായിട്ടില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് തിക്നെസ് കൂടിപ്പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി പാലൊഴിച്ചപ്പം ആ ബാറ്റർ ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് പാൻ കേക്ക് ഒഴിച്ചു. എൻ്റെ ഭാഗ്യത്തിന് അതെല്ലാം നല്ലതായിട്ട് വന്നു. ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബാറ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എല്ലാം നല്ലതായിട്ട് വന്നു. അപ്പോൾ അതായത് ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വരെ ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മോറൽ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് നിധിക്കുട്ടിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കണ്ണായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2 എടുത്ത് എല്ലാ പാൻ കേക്കിൻ്റെയും കണ്ണായിട്ടൊക്കെ വെച്ചു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയും കൂടി ചെയ്തു. അങ്ങനെ പാൻ കേക്ക് ഓൾമോസ്റ്റ് ഒരു ഇച്ചിരി ഒന്ന് അതിൻ്റെ ആ ഒരു സൈഡ് കുക്കായി വന്നപ്പം ഞാൻ തിരിച്ചിടുമ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങാനും മുറിഞ്ഞു പോകുന്നു. പക്ഷേ അവിടെയും എന്നെ രക്ഷിച്ചു ദൈവം. കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചിടാനും പറ്റി. അപ്പം അങ്ങനെ എൻ്റെ പാൻ കേക്ക് സക്സസ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തു പിന്നെയും ബാറ്റർ ബാക്കിയുണ്ടായിരുന്നു, കാരണം ഈ 3 എണ്ണത്തിൻ്റെ ബാറ്റർ അല്ലായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് 2 പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കി. അതിൽ ഈ കണ്ണും ഡെക്കറേഷനൊന്നും ചെയ്യാനൊന്നും പോയില്ല. നമ്മൾക്കിപ്പം കണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴും നിതീസിന് ഇങ്ങനെ കോക്കാച്ചി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണും കയ്യും ഒക്കെ വരച്ചിട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ മുറിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ടപ്പോഴും പ്രശ്നമൊന്നുമില്ല, എല്ലാം നല്ലതായിട്ട് വന്നു. അങ്ങനെ ഞാൻ തിരിച്ചിടുമ്പോഴും കണ്ണ് പോകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അതായിരുന്നു അടുത്ത പ്രശ്നം. പക്ഷേ കാരണം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരാൾ അവിടെ സ്ലാബിൽ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് വന്നാൽ അത് ശരിയായില്ല അമ്മ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ റെഡി ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. നോക്കിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ 3 കുട്ടി പാൻ കേക്ക്സും റെഡിയായി വന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ഹണിയും കൂടി സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻസ് ഹണിയിലും കൂടി നമ്മൾ മുക്കി കഴിച്ചപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഹണി എനിക്കൊന്ന് buy 1 get 1 ഫ്രീ ആണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ അതും കൂടെ ഒഴിച്ചു. പിന്നെ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പാൻ കേക്കായിരുന്നു.
അതും കുഴപ്പമില്ലാതെ തിരിച്ചിട്ടപ്പം റെഡിയായൊക്കെ വന്നു. അങ്ങനെ അപ്പം അതാണ് ഇന്നത്തെ കുട്ടി ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക്. ഇല്ലെങ്കിൽ യൂഷ്വലി മാഗിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുള്ള സ്നാക്സോ ബ്രെഡും ബട്ടറോ അങ്ങനെയൊക്കെയാണ് വീട്ടിലുണ്ടാക്കാറ് വൈകിട്ട്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ അല്ലാതെ ഞാൻ പാൻ കേക്ക് മിക്സ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പിന്നെ ഞാൻ അത് നിർത്തി, കാരണം നിതീസ് അത് കഴിക്കുന്നില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം നോർമൽ ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു പാൻ കേക്ക് മിക്സാണ് വാങ്ങിച്ചത്. അത് കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചോക്ലേറ്റിൻ്റെ പാൻ കേക്ക് വാങ്ങി. പക്ഷെ അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. നിതീസ് അത് വാ തുറക്കത്തില്ലായിരുന്നു അത് കൊടുത്താൽ. പിന്നെ ഞാൻ അത് നിർത്തി പാൻ കേക്ക്. അങ്ങനെയാണ് ഇതിലോട്ടൊന്ന് ട്രൈ ചെയ്തത്. ഒരു പ്രാവശ്യം ഞാൻ പഴം വെച്ചിട്ടും ട്രൈ ചെയ്തു നോക്കിയെന്ന് തോന്നുക, നോക്കി. പക്ഷെ അതിനകത്ത് പഴം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വായിൽ വെക്കുമ്പോഴേ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതാണ് റീസെൻ്റ്ലി ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് അങ്ങനെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ഒന്നുമല്ല. ഇത് ഭയങ്കര എക്സ്പേർട്ടായിട്ട് ചെയ്യുന്ന ഒരു പാൻ കേക്കും അല്ല. ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞി പാൻ കേക്ക് റെസിപ്പി അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതാണ് സൂപ്പർ കിടിലം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു കുഞ്ഞി പാൻ കേക്ക് വീട്ടിൽ നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടൽ പാൻ കേക്ക്. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. റെസിപ്പി ആയിട്ടൊന്നും ഇല്ല. അപ്പം നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നത്. ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. അങ്ങനെ നിതീസിന് കൊടുക്കുവാണ്. ഭയങ്കര ഇഷ്ടത്തോടു കൂടിയൊന്നും അല്ല കഴിച്ചത്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആൾക്ക് ഇഷ്ടമില്ല കേട്ടോ. മാഗിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അത് എപ്പോഴും മാഗി അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ബിസ്ക്കറ്റോ അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. അങ്ങനത്തെ കഴിക്കുന്നതാണെങ്കിൽ വൈകിട്ട് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അതൊന്നും പോകത്തില്ല. അങ്ങനെ പാൻ കേക്ക് ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കുളിച്ചത്. രാവിലെ മുതലേ കുളിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അവസാനം ഈവനിങ് ആണ് കുളിച്ചത്. അങ്ങനെ കുളിച്ച് റെഡിയാക്കി പിന്നെയാണ് ബാക്കി പരിപാടിയിലോട്ട് പോയത്. നിതീസിനെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡെയിലി ഇടുന്ന മോയ്സ്ചറൈസറും ക്രീമും എല്ലാം അപ്ലൈ ചെയ്യും. കാരണം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വെക്കുന്ന സാധനങ്ങൾ അവിടെ ഒരാൾ എടുത്ത് ഇടാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ വഴക്കും കൊടുത്തിട്ട് എൻ്റെ ഒരു കണ്ണ് അങ്ങോട്ട് പോയില്ലെങ്കിൽ അതെല്ലാം അവിടെ വാരി വലിച്ചിടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ. അത് ഓൾമോസ്റ്റ് എൻ്റെ ഇത് കഴിയാറായി. അടുത്തത് വാങ്ങണം. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 1000 rupees എന്തോ ആയിരുന്നു. വാവയാണ് എനിക്ക് ആ മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്കത് കൊള്ളാം, ഇഷ്ടപ്പെടുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. ഞാൻ ഫേസിൽ അങ്ങനെ ഒരുപാടൊന്നും ട്രൈ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് പിമ്പിൾസ് വരും. സോ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഫേസിൽ ട്രൈ ചെയ്യാറില്ല. ക്രീംസ് അങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാറില്ല. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ റോൾ ഓൺ ആണ് യൂസ് ചെയ്യാറ്. പെർഫ്യൂമിന് പകരം റോൾ ഓൺ ആണ്. അപ്പോൾ അത് ഒരു 24 hours ഒക്കെ എന്തായാലും ലാസ്റ്റ്. ഇപ്പോൾ ഞാൻ 2-3 വർഷമായിട്ട്, 4-5 വർഷമായിട്ട് റോൾ ഓൺ ആണ്. പിന്നെ ഇതൊരു ബോഡി മിസ്റ്റാണ്, അക്വാലോജിക്കിൻ്റെ ആണ്. ഇത് ഹെയറിലും യൂസ് ചെയ്യാം, ബോഡിയിലും യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു വാനിലയുടെ ഒരു സ്മെല്ലാണ്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. എനിക്കിഷ്ടമാണ് അതിൻ്റെ സ്മെല്ലും. പിന്നെ ഞാൻ തല കുളിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹെയർ ഒന്ന് ഫ്രണ്ട് ഇയർ ടു ഇയർ സ്ട്രെയിറ്റൻ ചെയ്തതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് തല നനയ്ക്കാറില്ല. എന്നുവെച്ചാൽ മുടി അത്യാവശ്യം ഒതുങ്ങി കിടപ്പുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഡെയിലി തല കുളിച്ച്, എനിക്ക് എണ്ണ തേച്ച് തല കുളിച്ചില്ലെങ്കിൽ ഭയങ്കര എന്തോ, പനിയാണെങ്കിൽ പോലും എനിക്ക് എണ്ണ തേച്ച് തല കുളിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. വാഗമണിൽ ട്രിപ്പ് പോയ സമയത്ത് അതെനിക്ക് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചിരിക്കാറുണ്ട്. ഞാനൊരു കുഞ്ഞ് ടിന്നിനകത്ത് എണ്ണയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ ചിന്ന ചേച്ചിയും പാറും എന്നെ കളിയാക്കി ചിരിയായിരുന്നു. ഞാൻ അവിടെ ഒരു 2 ദിവസത്തെ സ്റ്റേക്കാണ് പോയത്. പക്ഷെ ഞാൻ ഒരു കുഞ്ഞു ടിന്നിൽ എണ്ണയും കൂടെ കൊണ്ടുപോയി. അത് കണ്ടിട്ട് അവർ ചിരിയായിരുന്നു. എനിക്ക് എണ്ണ തേച്ചില്ലെങ്കിൽ എന്തോ പോലെ. എന്നുവെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ എൻ്റെ മുടി എല്ലാം കൂടി പറന്ന്, അങ്ങനത്തെ ഒരു എണ്ണ തേച്ചാലും നെക്സ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും പറന്ന് കിടക്കും. അതുകൊണ്ട് ഞാൻ എണ്ണ തേക്കും. പക്ഷെ ഇപ്പം ഞാൻ ഈ മുടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും ചിലപ്പോൾ എനിക്ക് ഡെയിലി ഞാൻ കുളിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ തല നനച്ചിട്ടില്ല. ജസ്റ്റ്
ഒരു സെറം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് അടുത്ത നമ്മൾ രാത്രിയത്തേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറുന്നതാണ്. രാത്രി ഉണ്ടാക്കിയാലും അത് നെക്സ്റ്റ് ഡേത്തേക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അടുത്ത ദിവസത്തേക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയൊക്കെ തലേ ദിവസമേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതാകുമ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയി. നിതീസ് ഇവിടെ ഷാർപ്നർ നോക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് മൺഡേ സ്കൂൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് ബൈൻഡ് ചെയ്യാനൊക്കെ ഉള്ളത് റെഡിയാക്കി വെച്ചേക്കാണ്. എനിക്ക് ബൈൻഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ. എന്താണോ അത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയാണ് ബൈൻഡ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിതീസിൻ്റെ അച്ഛൻ ബൈൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ കിച്ചണിലോട്ട് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇതാണ്. പിസ്ത ഷെല്ലിൽ ഫുൾ കളർ ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത് വെച്ചിട്ട് അതെല്ലാം താഴെ തള്ളിയിട്ടിട്ട് പോയതാണ്. ഇതിന് ഞാൻ പുറകെ നടന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ പിന്നെ ഇത് ഷാർപ്പൻ ചെയ്യുന്നത്. ഞങ്ങൾ ഷാർപ്പനർ എല്ലാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. കാരണം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പെൻസിൽ വെട്ടണം. വെട്ടിക്കൊടുത്താലും ഇത് പറ്റില്ല ഇനി എന്ന് പറഞ്ഞിട്ട് നല്ല നമ്മൾ ഷാർപ്പൻ ചെയ്ത് കൊടുത്താലും എഴുതുമ്പോൾ അപ്പം തന്നെ ഒടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഷാർപ്പനർ കൊടുക്കാറില്ല, മാറ്റി വെച്ചേക്കും. ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാറാണ് ചെയ്തത്. സ്കൂളിൽ വിളിക്കാൻ പോകുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ടീച്ചറിൻ്റെ അതിനകത്ത് ഇഷ്ടം പോലെ പെൻസിലും ഷാർപ്പനറും ഒക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ച് അവിടെ വെച്ച് വെട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ടീച്ചറിനോട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, ഷാർപ്പനർ എടുത്തിട്ട് വെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വൈകിട്ട് ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അപ്പോൾ പാടയുണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്തിട്ടാണ് കുടിക്കുകയും ചെയ്യും. അതിൻ്റെ പകുതി താഴെ കളയുകയും ചെയ്യും. ഡെയിലി ഉള്ളതാണ്. കണ്ടോ, ഇപ്പോഴും കളഞ്ഞു. അതങ്ങനെയാണ്. പണ്ട് സ്കൂളിൽ പോയി യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പാല് കുടിക്കുന്നത്. ഡെയിലി യൂണിഫോമിൽ കളയും. ഒരു ദിവസം എല്ലാം റെഡിയാക്കിയിട്ട് ഫുൾ യൂണിഫോമിലെ ഷർട്ടും എല്ലാം നനഞ്ഞു. എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ പിന്നെ പോകത്തില്ലല്ലോ. പിന്നെ പെട്ടെന്നെല്ലാം മാറ്റി അയൺ ചെയ്യാതെയാണ് അന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ടുപോയത്. അതിനുശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ യൂണിഫോം ഇടുന്നതിന് മുന്നേ പാല് കൊടുക്കും. ഇതല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും പാല് കൊടുത്ത് അത് കളഞ്ഞിട്ടേ കുടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ക്രാഫ്റ്റിൻ്റെ പരിപാടി. കണ്ടോ, എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് അവിടെ ഫുൾ ന്യൂസ് പേപ്പറിൽ ഷെല്ലൊക്കെ വെച്ചിട്ട് കളർ ചെയ്തതാണ്. ഞാൻ കുറച്ച് നോക്കിയപ്പോൾ അടുത്തത് വേറെ എന്തോ എടുത്തുകൊണ്ട് വരികയാണ്, ഇലയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കറി ഇന്നത്തേക്ക് പൊട്ടറ്റോ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. ഞാൻ എത്ര കട്ട് ഷോട്ട് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയില്ല, കുറച്ച് ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. എപ്പോഴും ഞാൻ ഷോർട്ടൻ ചെയ്തിട്ടാണ് ഇടാറ്. പക്ഷേ ഇതെനിക്ക് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടറ്റോയുടെ ആ തൊലിയൊക്കെ മാറ്റി ഞാനിങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഇളക്കി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഈ ഒരു സാധനം, എൻ്റെ നെയിം എനിക്കറിയില്ല, ഈ ഒരു സാധനം വെച്ചിട്ടാണെങ്കിലും ഈസിയാണ് പൊട്ടറ്റോയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ 2 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തത്. പക്ഷെ എനിക്ക് കട്ട് ചെയ്ത് വന്നപ്പം ഉള്ളി കുറച്ച് കൂടുതൽ, പൊട്ടറ്റോ കുറവ് പോലെയും തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ ഒരു പൊട്ടറ്റോയും കൂടെ പിന്നെ ലാസ്റ്റ് ആയപ്പം കട്ട് ചെയ്തിടുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടറ്റോയൊക്കെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഒരു നമ്മൾക്ക് മാത്രമായിട്ടല്ലേ, അപ്പം പിന്നെ ഒരുപാടായിട്ടൊന്നും വെക്കാറില്ല. ഇപ്പം ഏട്ടൻ ഡയറ്റിലാണ്, സോ ചോറൊന്നും കഴിക്കാറില്ല. എല്ലാം ഗോതമ്പ് ദോശ, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസാണ്. ഡയറ്റ് ഭയങ്കര ഡയറ്റാണ്, ഒടുക്കത്തെ ഡയറ്റ്. ഗ്രീൻ ടീ, മധുരം, പഞ്ചസാര ഇടാത്ത ചായ, അങ്ങനത്തെയൊക്കെയാണ്. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. എഫേർട്ട് എടുത്തതിന് റിസൾട്ട് വന്നിട്ടുണ്ട് എങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ സവോളയൊക്കെ കട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ പച്ചമുളകാണ് കേട്ടോ കട്ട് ചെയ്തത്. അത് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 2 എണ്ണമേ എടുത്തോളൂ. ഇതൊന്നും നിതീസ് കഴിക്കത്തൊന്നുമില്ല. കൊടുക്കുന്നെങ്കിൽ തന്നെ ആ പൊട്ടറ്റോ മാത്രം കഴുകി കൊടുത്താലേ കഴിക്കത്തുള്ളൂ, അല്ലാതെ ഒരുപാട് എരിവായിട്ടുള്ള സാധനങ്ങൾ കഴിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഞാനിവിടെ ചെയ്യുമ്പോൾ ഉള്ള ഒരാളുടെ പരിപാടി. ഇതാണ് ഇലയ്ക്കകത്തോട്ട് പിസ്താഷെല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടുത്തെ പരിപാടി. ഇതിൻ്റെ പുറകെ ഇനി ഞാൻ പോയിട്ട് ബാക്കി ക്ലീനിങ് പ്രോസസ്സ് ഞാൻ ചെയ്യണം. അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറ്. എന്നുവെച്ചാൽ മറ്റേതാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ഗ്യാസും നമ്മളുടെ അത്രയും പോവും. സോ ഞാൻ കുക്കറിൽ
മുട്ടക്കറി വെക്കുമ്പോഴും പൊട്ടറ്റോ ആയാലും ടൊമാറ്റോ കറി ആയാലും എല്ലാം ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യാറ്. അപ്പോൾ അത് ഒരു 2-3 വിസിൽ കഴിയുമ്പോൾ തന്നെ എല്ലാം നമ്മൾക്ക് റെഡിയായി കിട്ടിക്കോളും. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാണ്. എനിക്ക് ഇങ്ങനത്തെ കറിയൊക്കെ വയ്ക്കാൻ എനിക്ക് ഈസിയാണ്. അല്ലാതെ ഈ എനിക്ക് ഇതുവരെ സാമ്പാർ വെക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കണം. ഈ ഓണത്തിന് പരിപ്പ് വെച്ചിട്ട് അത് ഞാൻ പഠിച്ചു. പക്ഷെ കുറച്ച് തിക്കായിപ്പോയി. അപ്പം അമ്മ പറഞ്ഞ് ഫസ്റ്റ് വെക്കുമ്പം അങ്ങനെയൊക്കെയാണ്, പിന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഇങ്ങനെ കഴിക്കേണ്ട ആ സമയത്ത് നമ്മൾ കുക്ക് ചെയ്തെടുത്തപ്പം നല്ല അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സദ്യക്ക് ചോറിൽ വിളമ്പിയ സമയത്ത് ഇങ്ങനെ കട്ടയായിട്ടാണ് കിട്ടിയത്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഓക്കെ. അങ്ങനെ വറ്റൽമുളക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഞാൻ സവോള കട്ട് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പെട്ടെന്ന് അതൊന്ന് ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പണ്ട് മുതലേ അറിയാവുന്ന ഒരു ടിപ്പാണ് കുറച്ച് ഉപ്പും കൂടി ഇടണം എന്നുള്ളത്. സോ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത്. ഉപ്പും മുളകും ഒക്കെ ഞാൻ കുറച്ചേ ആദ്യം ഇടത്തുള്ളൂ കേട്ടോ. കാരണം കൂടിപ്പോയാൽ പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം അത് മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കുറച്ചുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. അതും കുറച്ച്. ഇതൊന്നും ഭയങ്കര എക്സ്പേർട്ടായിട്ട് പറയുന്നതല്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പം ചെയ്തു എന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ ഞാനൊരു വലിയ ഷെഫൊന്നും അല്ല കേട്ടോ. അങ്ങനെ അപ്പം അതിനിടയ്ക്ക് ഞാൻ 2 പച്ചമുളകും കൂടി അതിനകത്തേക്ക് മുറിച്ചിട്ട് 2ആയിട്ട് കീറിയിട്ടങ്ങ് ഇടുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തില്ല. അതിനുശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതിലേക്കിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പം അങ്ങനെ അതൊക്കെ ആഡ് ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പൊട്ടറ്റോ കുറവായതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ അതും കൂടെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അത് നിതീസാണ് എനിക്ക് കിച്ചണിൻ്റെ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അതൊക്കെ പോയി എടുത്തിട്ട് വരും. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഐറ്റംസാണ് എടുക്കാൻ പറയുന്നതെങ്കിൽ ആളെ കുറച്ച് സമയത്തേക്ക് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റാകും. വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും. എന്നുവെച്ചാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എല്ലാം നോക്കിയിട്ടേ ഫ്രിഡ്ജിൽ പോയാൽ തിരിച്ച് ആൾ വരത്തുള്ളൂ. അങ്ങനെ പൊട്ടറ്റോയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പൊട്ടറ്റോ കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടറ്റോ ഞാൻ ഭയങ്കര ചെറുതാക്കത്തില്ല, കുറച്ച് അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നിതീസ് എനിക്ക് കൊണ്ടുവന്ന പൊട്ടറ്റോ. അപ്പോൾ അതും എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതും കൂടെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളർ റെഡ് ആകത്തില്ല, ബ്രൗൺ കളർ ആകും. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചൂടാക്കാനായിട്ട് വെക്കും ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഒഴിക്കുന്നതിന് വരെ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാനും എല്ലാം ഞാൻ ടപ്പേന്ന് അങ്ങ് ചെയ്യും. ഭയങ്കര ഓവർ ഡെക്കറേഷൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. എല്ലാം ടപ്പേന്ന് അങ്ങ് ചെയ്ത് തീർക്കാറാണ് യൂഷ്വലി ചെയ്യാറ്. അതിനുശേഷം പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്യും. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ കിടന്നാൽ അവിടെ കിടക്കും. സോ എനിക്ക് തന്നെയാണ് ഡബിൾ പണിയാവുന്നത്. അപ്പം ഞാൻ തന്നെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കും. ഇത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ ട്രൈപോഡ് തിരിച്ചു വെച്ചിട്ട് കാണിക്കുന്നതാണ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എന്നിട്ട് അവിടെ വോയിസ് ഓവറും ഉണ്ട്. ആ സമയത്ത് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ ഇതൊക്കെ കണ്ടത്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ക്ലീനിങ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാത്രമെല്ലാം വാഷ് ചെയ്ത് ഉണ്ടായിരുന്ന കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു
ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിൽ മാക്സിമം അത്രയും. അതൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പൊട്ടറ്റോ കറി റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത്. ഇപ്പം ഡയറ്റ് ആയതുകൊണ്ട് ഒരാൾ 6 മണിയൊക്കെ ആകുമ്പോഴേ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാം സെറ്റാവും. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ഇൻറ്റേർണൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് MSCയുടെ. സോ അതിൻ്റെ പഠിത്തത്തിലാണ് ഒരാളും. അങ്ങനെ അപ്പം നിതീഷ് അതിനിടയ്ക്ക് ലോലിപോപ്പ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ഇത് കുറച്ച് കഴിക്കും, ബാക്കി കൊണ്ട് എനിക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരു പുതിയ വാട്ടർ ബോട്ടിലാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ കിട്ടിയ അന്ന് മുതൽ, അതായത് ഇന്നാണ് കിട്ടിയത്, സാറ്റർഡേ കിട്ടിയതേ ഉള്ളൂ, അന്ന് മുതൽ അതിലേ വെള്ളം കുടിക്കത്തുള്ളൂ. പുതിയ വാട്ടർ ബോട്ടിലാണ് ഇന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇന്ന് ഗായ്സ് സിനിമയ്ക്ക് പോകും. രാത്രിയാണ്. അമ്മക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ദാണ്ട് ഇത് രാത്രി ഏത് ഫിലിം? കിഷ്കിന്ദ കാണ്ഡം അതിൽ പോവാണ്. ഇത് ഇന്ന് ആമസോണിൽ നിന്ന് വന്ന വാട്ടർ ബോട്ടിലാണ്. ഇത് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് 3ാമത്തെ വാട്ടർ ബോട്ടിലാണ്. ഒരെണ്ണം ക്ലാസ്സിൽ വെച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നു, താഴെ തള്ളിയിട്ട്. അത് കഴിഞ്ഞ് ഒന്ന് വേണ്ട, അത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ഇത് 3ാമത്തെയാണ്. ഇത് പൊട്ടിച്ചാൽ ഇത് വാട്ടർ ബോട്ടിൽ ഇല്ല. ഓക്കെ, ബ്ലൂ കളറാണ് നോക്കി നടന്നത്, പക്ഷേ കിട്ടിയില്ല. പിങ്കാണ് കിട്ടിയത്. അത് കിട്ടിയത് മുതൽ ഇതിലെ വെള്ളം കുടിക്കത്തുള്ളൂ അല്ലേ? അങ്ങനെ രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബീഫായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷേ ബീഫ് അവിടെ തീർന്നു പോയി. സോ ചിക്കൻ ഫ്രൈ. എനിക്ക് പൊറോട്ടയും ബീഫും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാനുണ്ട്. പക്ഷേ ബീഫ് ഇല്ലാതിരുന്നു, അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിതീഷിന് പൊറോട്ട ഇഷ്ടമാണ്, പക്ഷെ ഞാനങ്ങനെ ഒരുപാട് കൊടുക്കാറില്ല. എന്നാൽ ചപ്പാത്തി ഇഷ്ടമേ ഇല്ല, ചപ്പാത്തി കഴിക്കത്തേ ഇല്ല. വായിൽ കൊടുത്താലും തിരിച്ചതിനെ തുപ്പിങ്ങ് തരും. അതുകൊണ്ട് കുറച്ച് ഹാഫ് പൊറോട്ട മാത്രമേ കൊടുത്തോളൂ. അതിനുശേഷം നിതീഷിന് TV ഇട്ട് കൊടുത്തിട്ട് അവിടെ പിടിച്ച് ഹോളിൽ ഇരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചോളും. ചോറൊക്കെ ആണെങ്കിൽ വാരി കൊടുക്കണം. ഒറ്റയ്ക്ക് കഴിക്കും, പക്ഷെ അവിടെ ഫുൾ എല്ലാം ആക്കി വയ്ക്കും. അതുകൊണ്ട് പിന്നെ ചോറ് ഞാൻ വാരി കൊടുക്കും. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുത്ത് TV ഒക്കെ കണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈലൊക്കെ ഇട്ട് കൊടുക്കും. അതുമൊക്കെ കണ്ടിട്ട് കഴിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ നിതീഷിന് അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ പോയ ഗ്യാപ്പിൽ ഞാൻ പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഇതൊക്കെ കാണുന്നത്. അവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ വോയിസ് ഓവറും കൊടുത്ത് എന്തൊക്കെയോ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം മറക്കല്ലേ. ബൈ. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ അതും കൂടി കുറച്ച് കൊടുത്ത് വാട്ടർ ബോട്ടിലെല്ലാം ആക്കി നിതീഷിനെ അവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാനും കൂടി എൻ്റെ ഫുഡ് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ TV ഒക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങൾ കിഷ്കിന്ദ കാണ്ഡം ഫിലിമിന് പോകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി രാത്രി നൈറ്റ് ഷോ ആണ് ബുക്ക് ചെയ്തത് 10 മണിക്ക് ഗ്രീൻഫീൽഡിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രാത്രിയത്തെ ടൈം നോക്കിയിട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റോ കറി ഓൾമോസ്റ്റ് അവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ പിന്നെ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് അവിടെ വെച്ചേക്കും. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അടച്ച് മാറ്റി വെച്ചേക്കും. പോയിട്ട് വന്നിട്ട് നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഓൾ സെറ്റാക്കി ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു സമാധാനം. ഇല്ലെങ്കിൽ ഇനി രാവിലെ നേരത്തെ എണീക്കണമല്ലോ എന്നുള്ള ഒരു ഇതെനിക്ക് വരും. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി മാത്രമല്ല അല്ലാത്ത സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. കറിയെല്ലാം ഞാൻ രാത്രി തന്നെ സെറ്റാക്കും. പിന്നെ വേറൊന്ന്, രാവിലെ കുക്കറിൻ്റെ സൗണ്ട് കേട്ടാൽ ഒരാൾ നേരത്തെ എണീറ്റ് വരികയും ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ
ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കാരണം ഇനിയിപ്പം ഫുഡെല്ലാം കഴിച്ച് റെഡി ആയതുകൊണ്ട് ഇനി തിയേറ്ററിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ട എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ബ്രഷൊക്കെ ചെയ്തത്. അങ്ങനെ എൻ്റെ ബ്രഷിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിധിക്കുട്ടനാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്ത് നിധീസിനും ബ്രഷ് ചെയ്ത് കൊടുക്കും. നിധീസിന് ചോക്ലേറ്റ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു അകത്ത് പല്ല് ഫുൾ പോടാണ്. ഇനി അത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇതുവരെ വേദനയായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഉടനെ പറയാൻ ചാൻസ് ഉണ്ട്. അകത്ത് ലെഫ്റ്റ് സൈഡിലെ അകത്ത് ഏറ്റവും ലാസ്റ്റ് പല്ലേ ഇല്ല അവിടെ. ഇനി എന്ത് ചെയ്യുമോ ഉണ്ടോ. അങ്ങനെ നിധീസിന് ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് പണ്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ രാത്രി അങ്ങനെ ബ്രഷ് ചെയ്യുന്നത് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യുമായിരുന്നു. അതും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം എന്തായാലും എത്ര രാത്രി ആയാലും ബ്രഷ് ചെയ്തിട്ടേ കിടത്താറുള്ളൂ. എത്ര ഉറക്കത്തിലായാലും വിളിച്ചെണീറ്റ് ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ കിടത്താറുള്ളൂ. അങ്ങനെ നിധീസിൻ്റെ ബ്രഷിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണ് വന്നത്. ഞാനിതൊരു രാത്രി ആയതുകൊണ്ട് ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇട്ടത്. തണുപ്പായാലോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അങ്ങനെ നിധീസിൻ്റെ ബ്രഷിങ് എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഒരാൾ ക്യാമറ ഇരിക്കുന്ന കാര്യം അവിടെ ശ്രദ്ധിച്ചത്. അങ്ങനെ അത് വെച്ചിട്ടുള്ള കുറച്ച് ആക്ഷൻസൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നിധീസിന് ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഞാൻ ഇട്ട് കൊടുത്തത്. റെഡിയായി വരുന്നത് അവിടെ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങിയില്ല. ഇപ്പം കുറേ നാളായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ചുമ്മാ എങ്ങനെയെങ്കിലും ടൈം പോവും. നമ്മൾക്കും ഉറങ്ങാൻ പറ്റില്ല, നിധീസും ഉറങ്ങത്തില്ല. അപ്പം ഇത് തണുപ്പ് അവിടെ വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ നിധീസിൻ്റെ മുടിയൊക്കെ കെട്ടി. ഇപ്പം ഞാൻ മുടി അങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് ഇടുന്നത് ഭയങ്കര റെയറായിട്ടാണ് നിധീസിന്. കാരണം കുറച്ച് ലെങ്ത്ത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അതിൽ നോട്ട്സ് വീഴുന്നു. അപ്പം ഞാൻ മിക്കപ്പോഴും കെട്ടിയാണ് കൊടുക്കാറുള്ളത്. അത്ര ഇഷ്ടമല്ല. പോണിറ്റെയിൽ കെട്ടിയാൽ മതി എന്നൊക്കെ പറയും. ഞാൻ പറയും പോണിറ്റെയിൽ കെട്ടിയാൽ നോട്ട്സൊക്കെ വരുമെന്ന് വെച്ച് പോണിറ്റെയിൽ കെട്ടിയിട്ട് വീണ്ടും അതിൽ പിന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങ് സെറ്റായിട്ടിരുന്നോളൂ. വേറെ പ്രശ്നം രാവിലെ എണീക്കുമ്പോഴും അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം ജസ്റ്റ് ഒന്ന് നോട്ട്സ് ഇങ്ങനെ എടുക്കുമ്പോൾ ചെറിയൊരു വേദനയാണെങ്കിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് എന്തോ നമ്മെ പതുക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരിച്ച് ദേഷ്യപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഒന്നുകിൽ രണ്ട് സൈഡും പിന്നിട്ട് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ നിധീസിൻ്റെ ഓൾ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 8:30 ആയി. 9 മണിക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. സോ നമ്മൾ വീണ്ടും കുറച്ച് സമയമൊക്കെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ അടുത്ത് നിന്ന് എടുത്തു. പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ വെറുതെ ഈ സമയമുള്ളത് കൊണ്ട് TV ഒക്കെ കണ്ട് ചുമ്മാ പോസ്റ്റാക്കി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടേതായിട്ട് രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത്. എനിക്ക് ഒരു കണ്ണ്, അതായത് റൈറ്റ് കണ്ണിന് ഒട്ടും കാണാനായിട്ട് പറ്റത്തില്ല. 2.5 വർഷം മുന്നേ നോക്കിയപ്പോൾ 6.5 ആയിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 10 ആയി കാണും. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ആമസോണിൽ നിന്ന് റീസെൻ്റ്ലി വാങ്ങിയതാണ്. നമുക്ക് മൊബൈലൊക്കെ ഇടാനായിട്ട് പറ്റിയ വേസ്റ്റ് ബാഗാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ് വേസ്റ്റിൽ ഇടുമ്പോഴത്തേക്ക്. പക്ഷേ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വരുമ്പോൾ ടൈറ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ലൂസാണ്. അപ്പോൾ എനിക്കിത് ഇട്ടപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നിട്ട് വാങ്ങിയതാണ്. നമുക്കിതിങ്ങനെ ചുമ്മാ ഷോൾഡർ ബാഗായിട്ടും കുറച്ച് അങ്ങനെ ഷോൾഡർ ബാഗായിട്ടല്ല, വേസ്റ്റ് ബാഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷോൾഡർ ബാഗായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഇടാം. പക്ഷെ ഞാൻ ക്രോസ് ആയിട്ട് ഇട്ട് നോക്കിയപ്പം അതിൻ്റെ ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ യൂഷ്വലി അങ്ങനെ ഇടാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 550 എന്തോ ആയിരുന്നു ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയത്. പിന്നെ നമ്മൾ റെഡി ആയിരുന്നത് കൊണ്ട് 2-3 റീൽസിൻ്റെ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കി. അങ്ങനെ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പെട്രോൾ ഇല്ലായിരുന്നു. സോ ഫസ്റ്റ് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത്. ഈ സമയം തന്നെ ഓൾമോസ്റ്റ് നിധീസ് തോളിൽ ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഉറങ്ങിക്കോട്ടെ എന്ന് റെഡിയായി ചോദിച്ചിട്ടാണ് കയറിയത്. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് എനിക്കറിയായിരുന്നു വരുന്നതേ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗ്രീൻഫീൽഡ് ആയതുകൊണ്ട് കൂടുതലും ഇപ്പം ഞങ്ങൾ ഗ്രീൻഫീൽഡാണ് തിയേറ്ററിൽ ഫിലിംസ് നോക്കാറ്. കാരണം പാർക്കിംഗ് ഒക്കെ അവിടെ നല്ലതായിട്ടുണ്ട്. മറ്റേ അല്ലാത്ത തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് വെക്കണമല്ല ഇടണം. സോ ഞങ്ങൾ രാത്രി ആയതുകൊണ്ടും ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ എത്തി. 9:30 കഴിഞ്ഞപ്പോൾ എത്തി. നല്ല തിരക്കും ഉണ്ടായിരുന്നു. എപ്പോഴും അവിടെ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നുമില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് കയറുകയാണ്. ഫസ്റ്റ് തിയേറ്ററിലോട്ട് കയറുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾക്കൊരു വിസിറ്റിംഗ് സ്ഥലമുണ്ട്, വാഷ്റൂം. വീട്ടിൽ നിന്ന് പോയിട്ട് വന്നാലും നിതീസിന് അവിടെ ചെന്ന ഉടനെ വാഷ്റൂമിൽ പോകണം. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ പണ്ട് അന്ന് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്ത പോലെ സ്റ്റോളൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ ചിലപ്പം അവിടെ ഞാൻ നിന്ന് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് വീഡിയോ എടുത്തങ്ങ് പോയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിയേറ്ററിലൊക്കെ കയറി. നിതീസ് ഇപ്പോഴേ ഉറക്കത്തിൻ്റെ ഇതായി. ഞാൻ വിളിച്ചുണർത്തുന്നുണ്ടായിരുന്നു, പക്ഷെ ഇല്ല, വയ്യായിരുന്നു. കാണണ്ടെന്ന് വിചാരിച്ച് അങ്ങ് തോളിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിം സ്റ്റാർട്ട് ചെയ്തു, കിഷ്കിന്ധ കാണ്ഡം. പിന്നെ ഫുൾ ഫിലിമിൻ്റെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഫിലിമാണ്. ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫിലിമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സും കൊള്ളാം. എല്ലാവരും നന്നായിട്ട്, വിജയരാഘവനായാലും ആസിഫ് ആയാലും നന്നായിട്ട് നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരുന്നു അത്. അങ്ങനെ പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നിതീസ് ഉറക്കമൊക്കെ എണീറ്റ്. കാരണം ഒരു 2 മണിക്കൂറത്തെ ഉറക്കം തിയേറ്ററിലിരുന്ന് ഉറങ്ങിയതുകൊണ്ട് ഫിലിം കഴിഞ്ഞ് വന്നപ്പോൾ എണീറ്റു. നല്ല ഉഷാറായിട്ട് കഥയൊക്കെ പറഞ്ഞാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അങ്ങനെ നമ്മളൊരു 12:30-12:45 ആയെന്ന് തോന്നുന്നു വീട്ടിലെത്തിയപ്പോൾ. എനിക്കാണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ജ്യൂസ് കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു കട പോലും ഇല്ലായിരുന്നു ജ്യൂസ് കുടിക്കാനായിട്ട് നോക്കാൻ. അങ്ങനെ നമ്മളൊരു 12:45 ആയപ്പോൾ വീട്ടിലെത്തി. വന്ന പാടെ നിതീസ് കിടക്കുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഡ്രസ്സ് മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് മാറ്റിയിട്ടാണ് കിടക്കുന്നത്. നിതീസിന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹൗ വാസ് ദ ഫിലിം? കൊള്ളാം. എനിക്ക് നേരെ കൊള്ളാം. ഹൗ വാസ് ദ ഫിലിം? കൊള്ളാം. അതിനെന്തെങ്കിലും കണ്ടോ? അതിനെന്തെങ്കിലും കണ്ടോ ഫിലിം? ഇല്ല. കൊള്ളാന്ന് പറയുന്നത് ഏതായിരുന്നു ഫിലിം? കിഷിലകാന്തം. കേട്ടില്ല. കിഷിലകാന്തം അതാണോ? ഓക്കെ. അപ്പൊ അത്രയുള്ള വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.